ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി, ഈ പ്രചാരണ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രചാരണ ആയുധമാക്കി UDF-ന്റെ ഭാഗത്തു നിന്ന് വന്നത് ഈ ഡീൽ ആരോപണമാണ്. CJP സഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ള വലിയ വിമർശനമാണ് LDF-നെതിരെ നിങ്ങൾ ഉയർത്തിയത്. ഇപ്പോൾ അതേ നാണയത്തിൽ പക്ഷേ LDF തിരിച്ചടിക്കുകയാണ്. VD സതീശനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, ഗോൾവാക്കറുടെ പരിപാടിയിൽ എന്തിനാണ് VD സതീശൻ പങ്കെടുത്തത് എന്നുള്ളത്. ഗോൾവാക്കറിന്റെ പരിപാടിയില് VD സതീശൻ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണത്തിന് അദ്ദേഹം തന്നെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ക്രെഡിബിലിറ്റി തകർക്കുവാൻ, പ്രതിപക്ഷ നേതാവിനെ വർഗീയതയുടെ മുഖം വെച്ച് ആക്രമിക്കുവാനൊക്കെയുള്ള ശ്രമങ്ങൾ വളരെ കാലമായി CPM ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 30-40 സീറ്റുകളിൽ BJPയും CPM തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. BJP നിർത്തിയിരിക്കുന്ന 40 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ അതിദുർബലരും അതീവ ദുർബലരുമായ സ്ഥാനാർത്ഥികൾ. അവർക്ക് വോട്ടർമാരെ ആകർഷിക്കുവാൻ കഴിയാത്ത സ്ഥാനാർത്ഥികൾ. അവിടെ BJP ആരെ സഹായിക്കുവാനാണ്? നമുക്കെല്ലാവർക്കും അറിയാം, CPM-നെ സഹായിക്കുവാനാണ്, LDF-നെ സഹായിക്കുവാനാണ്. അപ്പൊ അതുകൊണ്ട് 2020 എന്ന് പറയുന്ന പാർട്ടിക്ക് വാരിക്കോരി സൈറ്റുകൾ നൽകി ആ പാർട്ടിയെ കൊണ്ട് ഏറ്റവും ദുർബലരായ സ്ഥാനാർത്ഥികൾ നടത്തി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് CPM-ഉം BJP-യും തമ്മിൽ. ഇത് ഈ കള്ളക്കളി പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നു. അതിന് ഇതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി BJP CPM ഡീൽ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറച്ചു വെക്കാൻ, മൂടി വെക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പുതിയ കഥയുമായി ഇതിപ്പോൾ ഈ വിഷയത്തിൽ CJP ഡീൽ എന്ന് പറയുന്ന UDF ഉയർത്തുന്ന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറഞ്ഞ ഈ വിഷയത്തിൽ നിന്ന് ഇനിയിപ്പോൾ UDF-ന് പിന്തിരിയാൻ കഴിയുമോ? കൃത്യമായ ഉത്തരം നൽകേണ്ടേ? ഇതിപ്പോൾ മറ്റ് പരിപാടികളിൽ VS അടക്കം പങ്കെടുത്ത ചില പരിപാടികളൊക്കെ ചൂണ്ടിക്കാണിച്ച് സതീശൻ മറുപടി നൽകി എന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ ഗോൾവാക്കറുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് LDF അടക്കം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഉത്തരമാണ് അവർ തേടുന്നത്. ആ ഉത്തരം ഇനി പ്രതീക്ഷിക്കണ്ടേ? മുഖ്യമന്ത്രിയുടെ പുതിയ ആരോപണത്തിന് മറുപടി അർഹിക്കുന്നതേയില്ല. മുഖ്യമന്ത്രി ഈ സമയത്ത് ഈ ആരോപണം കൊണ്ടുവന്നതിന് എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് മറുപടി അർഹിക്കുന്നതേയില്ല. അത് അവജ്ഞയോടുകൂടി തന്നെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. മാത്രമല്ല, ഇത്തരം ആരോപണങ്ങൾ മുഖ്യമന്ത്രി മാത്രമല്ല, CPM-ന്റെ എല്ലാ നേതാക്കന്മാരും പല ഘട്ടങ്ങളിലായി ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും കേരളത്തിൽ വില പോയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ വീണ്ടും മറ്റൊന്നും പറയാനില്ല. BJP CJP എന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെയും വിശ്വാസയോഗ്യമായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ജനങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ നീക്കം ഒരു കാരണവശാലും കേരളത്തിൽ വരെ പോയില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും ഡീൽ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ വിമർശനവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. RSS നേതാവ് MS ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിൽ സതീശൻ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി ആ ചിത്രം സഹിതം അത് എന്ത് ഡീലിന്റെ ഭാഗമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ആദ്യ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷിന്റെ. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ശ്രദ്ധ തിരിക്കാനുള്ള LDF-ന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുന്നു, മറുപടി നൽകേണ്ട ആവശ്യമില്ല എന്നതാണ്.